ഹലോ ഫ്രണ്ട്സ്, വെള്ളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചിനക്കുർക്കാവിനടുത്തുള്ള വെള്ളുവനാടൻ ഫെസ്റ്റ് കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി കേടല്ലേ, അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് കേട്ടോ നടന്ന് നമ്മൾ റോട്ടിലേക്ക് എത്തി. അവിടെ നിന്ന് ബസ്സിനാണ് വന്ന്. അപ്പോൾ നമ്മൾ പറമ്പിലൊക്കെ എത്തി കേട്ടോ. നമ്മുടെ പൂരപ്പറമ്പ് കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളൊക്കെ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ നമ്മൾ പറയണത്. ചിനക്കുർക്കാവിലെത്തി നമ്മൾ. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുകയൊക്കെ ചെയ്തു കേട്ടോ. എല്ലാവരുടെയും തൊഴിലൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ നടന്ന് നമ്മൾ വെള്ളുവനാടൻ ഫെസ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു കേട്ടോ. പറമ്പ് കൂടെ അങ്ങനെ കാണാൻ എന്ത് രസമാട്ടോ രാത്രി. അങ്ങനെ നമ്മൾ വെള്ളുവനാടൻ ഫെസ്റ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ ടിക്കറ്റിന് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ വെള്ളുവനാടൻ ഫെസ്റ്റ് കാണാൻ കയറി കേട്ടോ. കണ്ണനും കാശിക്കൂട്ടനും കുറേ ദിവസമായിട്ടോ പറയാൻ തുടങ്ങി പോകണമെന്ന് നമ്മളോട്. അപ്പോൾ നമുക്ക് ഒഴിവും കിട്ടാറില്ല കൊണ്ടുപോകാൻ. അപ്പോൾ എന്തായാലും ഇന്നത് സാധിച്ചു കൊടുത്തു നമ്മൾ. എന്താ പറയുക, ഒരു മീനുകളുടെ ഒരു വിസ്മയ ലോകം തന്നെ. ചെറുതും വലുതുമായ ഒരുപാട് മീനുകൾ പിള്ളേർ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മക്കൾ ഇങ്ങനെ നോക്കി കണ്ട് അങ്ങനെ ആസ്വദിക്കുകയാണ് അവർ. അമ്മയ്ക്കതിൽ ഒരുപാട് സന്തോഷമായി കേട്ടോ. അമ്മ അങ്ങനെ പുറത്തേക്കൊന്നും വിളിച്ച് വരാറില്ല. ഇന്ന് നമ്മൾ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതാണ് കേട്ടോ. അമ്മ വരാറേ ഇല്ല. അമ്മ പറഞ്ഞത് എന്താ വെച്ചിട്ടാ, ഞാൻ വരണില്ല കേട്ടോ എന്നാണ് പറഞ്ഞ്. നമ്മൾ നിർബന്ധിച്ച് അമ്മേനെ കൊണ്ടുപോയി. അമ്മയ്ക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നമ്മുടെ മക്കളും കാശിക്കുട്ടനൊക്കെ അതിൻ്റെ ഉള്ളിൽ, അമ്മ എനിക്ക് പേടിയാവണോ വലിയ മീനുകളെ കാണുമ്പോഴേ, അമ്മ എനിക്ക് പേടിയാവണോ എന്നൊക്കെ പറയുന്നുണ്ട് കാശിക്കുട്ടൻ. അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ വലിയൊരു മീൻ കേട്ടോ. എന്താ പറയുക, നമ്മളൊക്കെ ഇത്ര വലിയ മീനും നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടില്ല. നമ്മൾ മീൻ വിൽക്കാൻ വരുന്ന മീൻകാരൻ്റെ കൊട്ടയിലുള്ള ചെറിയ മീനുകളും റോഡ് സൈഡിലുള്ള ആൾക്കാർ വെക്കണം കുഞ്ഞു മീനുകൾ. നമ്മൾ ഇത്രയും വലിയ മീനൊന്നും നമ്മൾ കണ്ടിട്ടില്ലേ. അങ്ങനെ നമ്മുടെ കാശിക്കുട്ടനെ തൊടണം എന്നൊക്കെ പറഞ്ഞ് അവനെടുത്ത് ഞാൻ തൊടിയിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവനെ പേടിയാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടു കേട്ടോ. ഏട്ടൻ മീൻ നോക്കണ ഇപ്പം പിടിക്കുന്ന കേട്ടോ വിചാരം. നമ്മുടെ തോട്ടിലും നമ്മുടെ കുളത്തിലൊക്കെ പോയിട്ട് മീൻ പിടിക്കുമല്ലോ. അങ്ങനെ മീൻ പിടിക്കാന്നപ്പോൾ ഏട്ടൻ്റെ ധാരണ. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ട് മീനുകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളങ്ങനെയൊന്നും അധികമൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണ് നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ അവതാർ ലോകത്തേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മളിത് സിനിമയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ നേരിട്ട് നമ്മൾ കാണാണ്. എന്തൊരു രസമാണ് വെച്ചിട്ട് അവതാർ ലോകം കാണാൻ. ഒരു മായ ലോകം തന്നെ പറയുക. നമ്മൾ ബിഗ് സ്ക്രീനിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പം നമ്മളത് നേരിട്ടാണ് കാണുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ അത്. നമ്മളെല്ലാവരും അങ്ങനെ നടന്ന് കാണുകയാണ്. നമ്മുടെ കാശിക്കുട്ടനെ പേടിയാവുന്നുണ്ട് കേട്ടോ. നമ്മുടെ കണ്ണനെ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. അവൻ കുറച്ചായില്ലോ, അവന് മനസ്സിലാവാറായി. കാശിക്കുട്ടൻ അവതാരനൊക്കെ കണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. ആ പക്ഷി ഇങ്ങനെ കണ്ടങ്ങനെ ഇളക്കണതൊക്കെ കാണുമ്പോൾ കാശിക്കുട്ടൻ എൻ്റെ അമ്മ അത് ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാശിക്കുട്ടൻ്റെ പേടിയായിട്ടേ. അങ്ങനെ നമ്മളെല്ലാവരും നടന്നിങ്ങനെ കണ്ടു കേട്ടോ. നമ്മൾക്കായാലും മക്കൾക്കായാലും ഒരുപാട് ഇഷ്ടമായിട്ടോ അവതാറിൻ്റെ ലോകം. എന്ത് രസമായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കണമെന്നറിയൂ. നല്ല രസമുണ്ട് കേട്ടോ. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാടും അതിലത്തെ എല്ലാ സംഭവങ്ങളും. അവതാർ ലോകം കാണാൻ ഭയങ്കര രസം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയത് നമ്മൾ കണ്ടത് കാശിക്കുട്ടനെ പഞ്ഞിമിഠായി ആണ് കേട്ടോ. അമ്മ എനിക്ക് ഇത് മേടിച്ച് തരുമോ ഈ പഞ്ഞിമിഠായി എന്ന് പറഞ്ഞു. അതൊക്കെ മേടിച്ചു കൊടുത്തു. കണ്ണനെ പോപ്കോൺ മതി പറഞ്ഞു കേട്ടോ. കണ്ണനെ അത് മേടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടും കേട്ടിങ്ങനെ നടന്നു കേട്ടോ. അമ്മയ്ക്കൊരു ചായ വേണമെന്നാട്ടോ അമ്മ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ കട അങ്ങനെ തപ്പി നടന്നു. അങ്ങനെ കളിപ്പാട്ടങ്ങളും കുറേ അച്ചാറുകൾ. പഴയ കാലത്ത് നമ്മളൊക്കെ സ്കൂളിലേക്ക് പോയിരുന്ന സമയത്തിന് ഒരുപാട് വെറൈറ്റി മിഠായികൾ. ഇപ്പോൾ ഉള്ളതൊന്നല്ല കേട്ടോ, പഴയ കാലത്തുള്ളത്. അതുപോലെ തന്നെ അച്ചാർ വെറൈറ്റി മീൻ, ചിക്കൻ, സാധാരണ അച്ചാറുകൾ, ഒരുപാട് അച്ചാർ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നും നടന്ന് കണ്ടു കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ചായ കൊടുക്കുന്നത് എവിടെയെന്ന് കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ചായ മേടിച്ചു കൊടുത്തു, ഒരു എണ്ണക്കടി മേടിച്ചു കൊടുത്തു കേട്ടോ. നമ്മുടെ അമ്മയ്ക്ക് എവിടെ പോയാലും വേറെ ഒന്നും വേണ്ട, ചായ വേണം. കടി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ചായ വേണം. നമ്മുടെ മക്കൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഈ ഗെയിം കളിക്കാൻ പോവുകയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനും പിള്ളേരും എല്ലാവരും ഗെയിമൊക്കെ കളിക്കാൻ പോയി. ഫസ്റ്റ് എറിഞ്ഞത് ഏട്ടനാണ് കേട്ടോ.
അപ്പോൾ വീഴോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പം നമ്മളത് എറിയാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം കണ്ണൻ പറഞ്ഞു ഞാൻ എറിയാ പറഞ്ഞു, വീണില്ല. അടുത്തത് ഞാനാണ് കേട്ടോ എറിഞ്ഞത്. നമ്മൾ എറിഞ്ഞിട്ടും വീണില്ല. അത് കഴിഞ്ഞ് ഏട്ടനാണ്, ഏട്ടൻ്റെ കൂടെയാണ്. അപ്പം ട്രൈ, അതും വീണില്ല. അങ്ങനെ ഗെയ്സ് നമ്മുടെ കയ്യിൽ ഇനി ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അതും നമ്മൾ എറിഞ്ഞു. നോക്കട്ടെ എന്ന് വിചാരിക്കുന്നു, അതാ പുറത്ത് തന്നെ വീണു. അങ്ങനെ ഗെയ്സ് നമ്മുടെ കയ്യിലത്തെ പൈസയൊക്കെ പോയി, വെറുതെ നമ്മൾ എറിഞ്ഞിട്ട്. അടുത്തത് നമ്മൾ പിള്ളേരെ കൊണ്ട് നമ്മൾ എന്തിനെങ്കിലും കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നു കേട്ടോ. പിന്നെ കുറേ റൈഡിലൊക്കെ കയറി പിള്ളേരെ കൊണ്ട്. അങ്ങനെ കണ്ണനും അമ്മയും കൂടിയും പറഞ്ഞു എനിക്ക് തീവണ്ടിയിൽ കയറണം കേട്ടോ. കണ്ണനെ പറഞ്ഞുള്ളൂ, ഞങ്ങൾ അമ്മേനെയും കൂടി കയറ്റി കിട്ടും. അമ്മ വേണ്ടാന്നൊക്കെ പറഞ്ഞതാ. നിങ്ങൾ കയറിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അമ്മേനെയും കയറ്റി. നമ്മുടെ മനസ്സിലത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അമ്മയ്ക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ നമ്മൾ റൈഡിലൊക്കെ കയറി അവരിങ്ങനെ കറങ്ങാണ് കേട്ടോ. അതിൽ കാശിക്കുട്ടൻ കയറാതിരുന്ന, കാശിക്കുട്ടന് പേടിയാണ്, ഞാൻ അതിൽ കയറണില്ല, ഞാൻ വേറെ കളിക്കണതിലാണ് കയറണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത റൈഡിൽ നമ്മുടെ കാശിക്കുട്ടനെ കയറ്റി. കാശിക്കുട്ടനെ കയറാനൊന്നും പറ്റണില്ല കേട്ടോ, പാവം. എന്നാൽ എങ്ങനെ വലിഞ്ഞ് കയറി പോണുണ്ട്. ഞങ്ങളിവിടുന്ന് പറയുന്നുണ്ട് കേട്ടോ, മെല്ലെ കയറ് എന്നൊക്കെ പറയുന്നുണ്ട്. വീണാലോചിച്ചിട്ടേ കാശിക്കുട്ടൻ അങ്ങനെ കയറി. ഇത് കൂടെ ഇറങ്ങുകയാണ്, വീണ്ടും ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതെല്ലാം അപ്പുറത്ത് കൂടെ എന്ന് പറയുന്നുണ്ട് ഞങ്ങളിവിടുന്ന്. അപ്പോൾ അങ്ങനെ കാശിക്കുട്ടൻ അപ്പുറത്തേക്ക് പോയി അതിലിരുന്ന് വരണ കണ്ടോ നമ്മുടെ കാശിക്കുട്ടൻ, എന്താ ചിരി. അങ്ങനെ പിള്ളേരെ ഓരോ റൈഡിലൊക്കെ കയറ്റി അങ്ങനെ നമ്മൾ നടന്നു കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരം തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെയൊന്നും പോവാത്തണ്ടേ, വല്ലപ്പോഴും അങ്ങനെയൊക്കെ പോവുള്ളൂ. ഇനി അടുത്തത് ചിനക്കത്തുറപ്പൂരാവണം നമ്മളിങ്ങനെ ഒന്ന് വരണം വെച്ചാൽ. അപ്പോൾ എന്താ പറയുക, നല്ല രസം തന്നെയാണ്. നമ്മുടെ കൊച്ചു ഫാമിലിനെ ഇഷ്ടപ്പെടും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.